എന്നെ കളിയാക്കരുത്. ഇല്ല ഇല്ല, ഹോട്ടലിലെ 2 ബ്രഷ് എടുത്തിട്ടുണ്ട്. ഫ്ലൈറ്റ് എടുത്തോണ്ട് പോരുന്നല്ല പുറക്കാൻ നല്ല പുതപ്പ് 5 ഓർഡർ എടുത്തോളാം. ഞാൻ പറഞ്ഞു പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറെ ഗസ്റ്റ് ഉണ്ട് കേട്ടാ. പറയൂ കൂത്താടി എന്തെന്ന്. അതുപോലെ അമ്പാനുണ്ട്, നമ്മളെ രാജേഷ് ചേട്ടൻ. ഹായ്. അങ്ങനെ നമ്മളിപ്പോൾ ഗ്രാൻഡ് വ്യൂ റെസിഡൻസിലാന്നുള്ളത് നീലേശ്വരം. നമ്മളെ ആശിംച്ച എങ്ങനെയായിരിക്കും? അപ്പോൾ വെൽക്കം അൽസോ ട്രിക്സ്. ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് വെറൈറ്റി ആയിരിക്കും. നമുക്ക് കാണാം, ഫുള്ള് കാണണം. രാജേഷ് ചേട്ടാ, ഇന്നത്തെ നമുക്കൊരു അടിച്ചുപൊളി വ്ളോഗിന് പോകാലോ? കൗണ്ടർകാരെല്ലാം വരുമോ നോക്കട്ടെ നമുക്ക്. ഓക്കെ, എടുത്ത റൂമും കാര്യങ്ങളും എന്നാലും നമ്മളെ പരിചയക്കാരൻ്റെ റൂമാണ്. ആ, നീലേശ്വരൻ ഇപ്പം കുറച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല നീറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം അല്ല അടിപൊളിയല്ലേ? ഓക്കെ. ആരോട് നിങ്ങൾ ഇംഗ്ലീഷിൽ ചോദിക്ക്. നിങ്ങൾ ഇംഗ്ലീഷ്. Where are you from? France. Yeah. Here. We go tonight. We going to okay. Yes. Today you're going to today night you're going to Kolkata. We stayed 3 days. When you come? We came 3 days ago. 3 days ago. You We did some tourism. you And now we go in Wayanad Wayanad. for the mountains. You visit all place in this Not Kasaragod. everything. Impossible to visit everything, but some places, yes. You visit Bakelford? No. No. We yes. Ah oui. Je sais pas trop. On y va? Ah oui, okay. Yes. Okay, thank you so much. Bye. Thank you. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കാസാടയിലേക്കാണ് വന്നിട്ടില്ല കേട്ടോ. കാസാടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവരെ കൊണ്ടൊന്ന് കറങ്ങണം. ഇവർക്ക് ബാക്കെല്ലാം കോട്ട കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തേക്കെല്ലാം കൊണ്ടുപോവാം. എന്തായാലും അത് ഫുഡ് കഴിച്ചിട്ട് വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. നടന്നു വന്നാൽ ഇതിനെ കണ്ട് മുമ്പ് എത്തായിരുന്നു. ആരാധകരെ ശാന്തരാവ് ചോദിച്ചാലോ? കഴിക്കാൻ എന്താ വേണ്ട ചോദിച്ചാലോ? ഫിക്സാ ചിക്സ് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ വന്നേക്കാണ്. ഈ റെസ്റ്റോറൻറ്റിൽ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കയറിയതാണ്. ചിക്സിൻ്റെ അത്രയും വരുമെന്നൊന്ന് നോക്കട്ടെ. ഞങ്ങളൊരു സുഹൃത്തിൻ്റെ ചിക്സ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഇന്നലെ ഗംഭീരമായിട്ടുള്ള ഓരോരോ പുതിയ ഡിഷുകളും കാര്യങ്ങളൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ ആകട്ടെ. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ ഷോപ്പാണ്. എല്ലായിടത്തും അങ്ങനെ. എങ്ങനെ ഉണ്ടായിരുന്നു ഫയർ സോഡ അല്ലേ? അടിപൊളിയാ. ഞാൻ ഇട്ടിട്ടുണ്ട്. അസിന്റെ വയറ് അത് ഹണിയാണ്. ഹണി മീൻസ് ഇത് ഡ്രാഗൺ ഡ്രാഗൺ നല്ലത്. ഏതോ 100 ഡ്രാഗൺ. ബീഫിന്റെ ആളാരാ? അല്ല, അവര് പറഞ്ഞത് മറ്റേ ഇതല്ലേ, പോത്തുങ്കാലല്ലേ? അത് വൈകുന്നേരം തട്ടാം. ചിക്കൻ ഉണ്ടാക്കലും മട്ടൻ കൊടുക്കുക, മട്ടൻ ഉണ്ടാക്കലും ചിക്കൻ കൊടുക്കുക. അമ്പാനെ മന്തി കഴിക്കും. അമ്പാനെ നിങ്ങൾ ചിക്കൻ കഴിക്കാറില്ല? ഇല്ല, ചിക്കനൊക്കെ ബീഫ് അപ്പോൾ നല്ല അടിപൊളി മട്ടൻ, മട്ടൻ തന്നെ അത് ബീഫ് മന്തി, ചിക്കൻ മന്തി പീസ് എടുത്തോ? നീ എടുക്കുന്ന കഴിച്ച് കഴിഞ്ഞിട്ട് കയറാം. ഇതെന്തൊരു ബീഫുണ്ട്. പോത്തിന്റെ കാലി ചെറുതാക്കിയാ? ബീഫുണ്ട്. പോത്തിന്റെ കാലി ചെറുതാക്കിയാ? പോത്തിന്റെ കാലം ചെറുതാക്കിയ
നല്ല അടിപൊളി ബീഫ് മന്തിയാണ് കേട്ടോ. കാസാടെ നിന്നാണ് കഴിച്ച് കഴിഞ്ഞിട്ട് അഭിപ്രായം. ഭയങ്കര നോയ്സാണ്, അപ്പം പറയുന്നൊന്നും കേൾക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ സംസാരമെല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് നമ്മളെ ബേക്കൽ ഫോർട്ട്. ബാക്കിൽ ഫോർട്ടാണ്. നിങ്ങൾ ചിത്രത്തിൽ കണ്ടതാ അല്ല ഡയറക്റ്റ് കണ്ടതിന് മുമ്പ്? ഞാൻ ഫസ്റ്റ് അല്ലേ? ചിത്രത്തിൽ കണ്ട ഫോർട്ട് ഇതാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്നാൽ ഇതല്ല, ഇതിന്റെ അപ്പുറത്ത് വേറെ ഉണ്ട് വലുത്. അതൊന്നും അല്ല, അതിനുള്ളിൽ വലിയതാണ്. ഇത് സൈഡ് എടുത്തത് മാത്രം. എന്തായാലും കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, കണ്ടു തന്നെ നമുക്ക് തീർച്ചയായും. ആദ്യമായി ബേക്കൽ കോട്ടാണ് വന്ന നിങ്ങൾ രണ്ടാമതാ? അവിടെ പറയണം, രണ്ടാമത് വരുന്ന ആൾക്കാരെ പറയണം. അവിടെ പറയണോ? അവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ആദ്യം വരുന്ന ആൾക്കാർ അല്ലാതെ രണ്ടാമത് വരുന്ന ആൾക്കാടെ ഇതുണ്ട്, നല്ല പഴക്കമുണ്ട്. വെള്ളം മേടിച്ചോ കയ്യിലൊക്കണായിരുന്നു. ഇതായിക്കും ഇത് ഇതിൽ ഏലത്തിന് വെക്കുന്നുണ്ട്. വാങ്ങുന്ന സ്ഥലം വാങ്ങുന്നവിടെ സെയിലിന് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് മഴ പെയ്യുന്ന ഓട്ടം ഞാൻ അല്ല ഇതിലെ സാറിനെ കാണാനല്ല, തന്നെ കാണാൻ വേണ്ടി ഒരാള് ഫാമിലി ജയിലിനുള്ളിലല്ലേ ടിക്കറ്റ് വീട് നിർത്താനും മതി അതിനല്ലേ? ഓക്കെ. അല്ലല്ല, മുകളിൽ കയറുമ്പോ മന്തിയൊക്കെ തീരും. ഇത് പണ്ട് വള്ളത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സംഭവം. വെള്ളത്തിന് വേണ്ടിട്ട് ഇതിൽ കിണറാണ്. ആ, അപ്പോൾ വെള്ളം ഇങ്ങനെ കയറിന് പകരം പടിപടിയായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് എടുക്കാനുള്ള. പിന്നെ ആ കോട്ടേൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് ആണെന്നുണ്ടാവും. മുമ്പ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറം ഭാഗത്ത് വിളിച്ചു നോക്കും, ഗണ്ണടിക്കാൻ വേണ്ടിയിട്ട് തോക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ല ഓരോരോ ഗ്യാപ്പ്, ഇറങ്ങി കാര്യങ്ങൾ. അപ്പുറം കടൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഏതാ ഈ തറ കെട്ടിട്ട്? ഇത് കോട്ട കെട്ടാൻ വേണ്ടിട്ട് തറ കെട്ടിട്ട് സാധനം കിട്ടായിട്ട് അപ്പുറത്ത് ബീച്ച് മാത്രമേ പഞ്ചായത്തിൽ നിന്ന് പാസ്സായിട്ടില്ല. അതുകൊണ്ട് അല്ലാതെ ഇവിടെ തറ ഇട്ടിട്ട് പഞ്ചായത്തിൽ നിന്ന് പാസ്സായിട്ടില്ല. അതുകൊണ്ട് ലോണ് പാസ്സായിട്ടില്ല. അതുകൊണ്ട് അതൊന്നും കറങ്ങിട്ട് വരാനുള്ള റിവേഴ്സ് കേരളമാരും അറിയില്ല. ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കും. അപ്പൊ ഈ കടലിൽ വരുന്ന ശത്രുക്കളൊന്നും വെടിവെച്ചിടാൻ വേണ്ടിട്ട്. പക്ഷെ കുറച്ചും കൂടി ഇങ്ങനെ കയറാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആയാസം കുറയും. അവരുടെ ടക്കിന് കയറി റിവേഴ്സ് കയറിലിട്ടാൽ നമുക്ക് പെട്ടെന്ന് എന്താ അവിടെ മഴ കുട ഇനി ബാക്കിയും കൂടെ കാണാനുണ്ട്. വാ, ഒരു 15 കിലോമീറ്റർ ഉള്ളു ചുറ്റോളൂ. വാ ഏയ് വാ, ഇങ്ങോട്ട് കറങ്ങാനുണ്ട്, കാണാനുണ്ട്. ഏയ് ടിപ്പുന്റെ വാളൊക്കെ ഉണ്ട് കാണാൻ. വാ, വേണ്ട എനിക്ക് കാണണ്ടേ? ബീച്ച് എക്സ്പ്ലോർ ചെയ്യണ്ടേ? പ്ലാസ്റ്റിക് ഒന്നും ഇടുന്നു. വാക്കി ടോക്കി വേണ്ടേ? പൊന്നു സാറേ, എനിക്ക് ഇതിലൊരു
പോലീസുകാരന് കുപ്പായം കൊടുത്താ? കോഴിക്കോടേക്ക് വേണ്ടിയുണ്ട് പോന്നാ? ഹലോ, ഒരു ഏകദേശം ഒരു ധനുഷിന്റെ സൈഡില് ഒറ്റ നോട്ടത്തില് ധനുഷ്, പക്ഷെ രണ്ടാമത് നോക്കിക്കൂടാ. രണ്ടാമത് നോക്കിയാലും എല്ലാം പോയി. ഒറ്റ പ്രാവശ്യം ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യം നോക്കുമ്പോ എന്തോ പോലെ അല്ലേ? രണ്ടാമത്തെ പ്രാവശ്യം നോക്കുമ്പോ എന്തോ പോലെ. സ്പടികം കളറ് പച്ച എനിക്ക് വേണ്ട. ആ കൂളിംഗ് ഗ്ലാസ് തുടരും സിനിമയിലെ കാപ്പി ഷർട്ട് കൊടുക്കുക. തുടരും സിനിമയിലെ കാപ്പി ഷർട്ട് കൊടുക്കുക. അതുകൂടെ കൊടുത്തത് തിരിച്ച് അപ്പൊ ബൈ ദ ബൈ കൊച്ചിക്കാർക്ക് സന്തോഷം. ലൈറ്റ് ഒക്കെ വേണ്ടേ? അപ്പം സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു കാസർഗോഡ്? അടിപൊളിയായിരുന്നു. സൂപ്പർ പ്രോഗ്രാം ചെയ്തു. ഞങ്ങൾ അടിപൊളി ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്ത്. മഴ പെയ്യുന്ന പിള്ളേര് വേണ്ട. മഴ പെയ്യുന്നുണ്ട്. കൃഷ്ണസംഘനെ കണ്ട അവന്റെ ഇന്ന് വിട്ടേക്കണോ? കൃഷ്ണസംഘനെ ഞങ്ങൾ കണ്ട് മഴയും പെയ്യിച്ച് പരിപാടിയും നടത്തി സമാധാനപരമായിട്ട് തിരിച്ചു പോകുന്നു. ബീച്ചിൽ വെള്ളമുണ്ട്. ഫുഡ് എങ്ങനെയുണ്ട്? കൂട്ടാൻ വേണ്ടിട്ട് ഫുഡിന്റെ കാര്യം സ്പെഷ്യൽ ആയിട്ട് ഫുഡ് നല്ലതായിരുന്നു. ഉഗ്ര ഫുഡ് കഴിച്ചു. മറ്റേ കാഫേ ഉച്ചയ്ക്ക് നല്ല കാഫേ അറക്സിയല്ലോ. ചിക്സ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഷോപ്പാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഷോപ്പാണ്. പക്ഷെ അതിലുപരി ചിക്സിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു മനുഷ്യൻ അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വന്ന് കണ്ടുപിടിക്കുക. വളരെ എന്താ പറയുക, അത്രയും അതിന്റെ പോപ്പുലർ ആയിട്ടുള്ള അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഒരു തൊഴിലാളി മുതലാളി ഇതില്ലാത്ത രീതിയിൽ. നീ കട്ട് ചെയ്തോ? വണ്ടി ഇപ്പൊ വരും, കേറി പൊക്കോണോ? ഇന്നത്തെ ചറുമുറും ചിപ്സും വേറെ സാധനം കണ്ടാ എന്നെ കളിയാക്കരുത്. ഇല്ല ഇല്ല, ഹോട്ടലിലെ 2 ബ്രഷ് എടുത്തിട്ടുണ്ട്. അതെല്ലാം എടുത്ത് ഉള്ളി കേട്ടോ. അല്ലല്ല, അതിന്റെ കാരണം വരെ ഞാൻ എടുത്തിട്ടില്ല. ഇന്ന് മിനിഞ്ഞാനോട് വന്നപ്പോ ആരെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി നാളെ ആണെങ്കിലും പെടാൻ പാടില്ല. അയ്യോ, തിരിച്ചു പുള്ളി കൊണ്ടുവരുന്നില്ല കേട്ടോ. എല്ലാം ടവൽ എടുത്തിട്ടില്ല. എനിക്കത് മാറ്റി വെച്ച് തുറന്നാ മതിയായിരുന്നു. നമ്മുടെ ഉള്ളിലൊന്നും ഇല്ല, അതുകൊണ്ടാണ്. ഉള്ളിൽ 2 പ്രശ്നമുള്ളൂ. അതിവൻ വെച്ചേക്ക്, ഇവൻ ഇത് വെച്ചേക്ക്. ഞാൻ ടർക്കി സാധാരണ ടർക്കി ഷാജുവാടിമാരുടെ വീട്ടിൽ ചെന്നപ്പോഴേ 2 ടർക്കി ഇരിക്കട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോ ഉദ്ഘാടനത്തിൽ ചെന്നപ്പോ ടർക്കി എടുത്തപ്പോ തന്നെ ഞാൻ വെള്ള ടർക്കി ഞാൻ നീളം ഷൈജത്താ ചേട്ടനേക്കാൾ കൂടുതൽ പൊക്കോണ്ടല്ലോ. വഴിപ്പടി മലാജാണോ? വഴിപ്പടി മലാജ ഫ്ലൈറ്റേന്ന് എടുത്തോണ്ട് പോരുന്നല്ല. പുതയ്ക്കാൻ തന്നെ പുതപ്പ് 5 എണ്ണമൊക്കെ അടുവർ ഓർഡർ എടുത്തോളാം. ഞാൻ പറഞ്ഞു പിന്നെ എന്നെ പിടിക്കണം. ഞാൻ പറഞ്ഞു ഇൻഡിഗോന്ന് മറ്റേ ഇതെടുത്തുണ്ട്, ഹെഡ്സെറ്റ്. മറ്റേ പറയാനുള്ള ഇവൻ പിടിച്ചു. ഞാനവിടെ ബീപ്പിടക്ക് നമ്മുടെ ഭാവിയാണ്. ഇവനോട് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞേ, ഇവന്റെ കടയുടെ പേര് ജിപ്സാ. ചിക്സ് എന്ന് പറഞ്ഞാൽ അതന്നെ ചിക്സ് നല്ല ഭക്ഷണം, വെറൈറ്റി കാര്യങ്ങളൊക്കെ സംഭവം ഓക്കെയാന്ന് പറഞ്ഞ് കട്ട് ചെയ്തെന്ന് ചോദിച്ചു. ആ കട്ട് ചെയ്ത് ഇവൻ മുറിക്കിനകത്ത് മുളകോടി ഇട്ട് തന്ന്. ഈ കേരളത്തില് തെന്നിന്ത്യയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അവ ബൈ ബൈ.